നമസ്കാരം. ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒരു പറുദീസയാണ് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ. നമ്മൾ ഇതിനു മുൻപും പെരുമ്പാവൂരിനെ കുറിച്ചും അവിടുത്തെ സാമൂഹ്യ അവസ്ഥ, അതായത് അവിടുത്തെ പ്രദേശവാസികൾക്ക് നേരിടുന്ന സാമൂഹ്യ അരക്ഷിതാവസ്ഥയെക്കുറിച്ചും ഒക്കെ തന്നെ വാർത്തകൾ നൽകിയിരുന്നു, വിശകലനങ്ങൾ നൽകിയിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള നടപടിയോ അതിന്റെ ബാക്കി അന്വേഷണങ്ങളോ ഒന്നും തന്നെ അവിടെ ഉണ്ടാകുന്നില്ല. നാട്ടുകാർ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അപ്പോഴെന്താണ്, നാട്ടുകാർ തന്നെ അവരുടെ സാമൂഹ്യ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി, അവിടുത്തെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കുന്നതിനായി രംഗത്തിറങ്ങുന്ന ഒരു നിവൃത്തികേടാണ് പെരുമ്പാവൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒരു കാർഡ്, അതായത് അവിടെ ഉള്ള ഒരു ബോർഡാണ്: കഞ്ചാവ്, മരുന്ന്, പെണ്ണ് എന്നിവയ്ക്കായി ഇങ്ങോട്ട് വന്നാൽ തല്ലും തല്ലും തല്ലും. അതായത് കഞ്ചാവ്, മയക്കുമരുന്ന്, അതുപോലെ അവിടെ കുടുംബമായിട്ട് എന്ന വ്യാജേന താമസിക്കുന്ന പെൺവാണിഭ റാക്കറ്റുകൾ ഉണ്ട്. അപ്പം ഇതൊക്കെ തേടി അങ്ങോട്ട് ആര് ചെന്നാലും അടിയുറപ്പാണ് എന്നാണ് സഹികെട്ട് ഗതികെട്ട് നാട്ടുകാർ പറയുന്നത്. ഇത് നിയമം കയ്യിലെടുക്കലല്ല, തങ്ങളുടെ കുട്ടികൾക്ക്, തങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്ക് സമാധാനത്തോടെ ജീവിക്കണം എന്ന് പെരുമ്പാവൂർ നിവാസികൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് അവരുടെ നിവൃത്തികേടാണ്. ശരിക്കും പെരുമ്പാവൂരിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഒരു മിനി ബംഗാളോ മിനി ആസാമോ അല്ലെങ്കിൽ ബംഗാൾ തന്നെ എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. പെരുമ്പാവൂർ താമസിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ പറയുന്നത് ശരിയാണ് എന്നുള്ള കാര്യം ബോധ്യമുണ്ടല്ലോ. ലഹരിയും അനാശാസ്യവും വേണ്ട, വന്നാൽ അടിയുറപ്പ്. പെരുമ്പാവൂരിൽ നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നു. പെരുമ്പാവൂരിലെ ഭായ് കോളനി ഇനി അനാശാസ്യ കേന്ദ്രമാക്കാൻ ആരെയും അനുവദിക്കില്ല എന്നുറപ്പിച്ച് നാട്ടുകാർ തെരുവിലിറങ്ങുന്നു എന്ന വാർത്തയാണ് പെരുമ്പാവൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന ലഹരി മാഫിയകൾക്കും സാമൂഹ്യ വിരുദ്ധർക്കും കനത്ത മുന്നറിയിപ്പുമായി ജനകീയ പ്രതിരോധമാണ് ഇപ്പോൾ പെരുമ്പാവൂരിൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. കഞ്ചാവിനും മരുന്നിനും വേശ്യാവൃത്തിക്കും വേണ്ടി ഈ പ്രദേശം ലക്ഷ്യമിട്ട് എത്തുന്നവർക്ക് വ്യക്തമായ ഭാഷയിൽ എഴുതിയ ബോർഡുകൾ കോളനി പരിസരത്ത് ഉയർന്നു കഴിഞ്ഞു. ലഹരിക്ക് അടിമകളായി ഇവിടെ എത്തുന്നവർ നാട്ടുകാരുടെ സ്വൈരജീവിതം തകർക്കുന്ന സാഹചര്യത്തിലാണ് ജനങ്ങൾ ഇങ്ങനെ തെരുവിൽ ഇറങ്ങാൻ നിർബന്ധിതമായത്. നിയമം കയ്യിലെടുക്കാനല്ല, മറിച്ച് ലഹരി വിമുക്തമായ ഒരു നല്ല നാളേക്ക് വേണ്ടി നാട് ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്ന സന്ദേശമാണ് പെരുമ്പാവൂർ നിവാസികളായ നാട്ടുകാർ ഇപ്പോൾ നൽകുന്നത് എന്നാണ് ഈ വാർത്തയിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നത്. തീർച്ചയായിട്ടും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇങ്ങനെ കുത്തഴിഞ്ഞ രീതിയിൽ പോകുന്ന നിരവധി പ്രദേശങ്ങൾ, ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്ന എല്ലാ മേഖലകളിലും ഈ പ്രതിസന്ധിയുണ്ട്, വലുതും ചെറുതുമായിട്ട്. വേണ്ടപ്പെട്ടവരും അധികാരപ്പെട്ടവരും നിയമപാലകരും ഒന്നും ഇടപെട്ടില്ലെങ്കിൽ നാട്ടുകാർ കേട്ട് ഇടപെടും. അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാണ്? നിയമം കയ്യിലെടുക്കലല്ല, മറിച്ച് സ്വന്തം ജീവിതവും സ്വന്തം കുടുംബവും സ്വന്തം നാടിനെയും രക്ഷിച്ചെടുക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി നാട്ടുകാർ ഇങ്ങനെ രംഗത്തിറങ്ങേണ്ടി വന്നു എന്നത് ഒരു കൈക്കുന്ന യാഥാർത്ഥ്യം തന്നെയാണ്, വിഷമിപ്പിക്കുന്ന ഒരു സത്യം തന്നെയാണ്.